താങ്കൾ തന്നെ പറഞ്ഞു മുഖ്യമന്ത്രിയുടെ കവചകുണ്ടലങ്ങളാണ് അജിത് കുമാറും പി ശശി എന്ന് പറഞ്ഞു. അപ്പം ഇവരെ കൈവിട്ട മുഖ്യമന്ത്രിക്ക് പിന്നെ ഇരിക്കാൻ പറ്റില്ല എന്നുള്ള തീർച്ചയായും അവർ പല സത്യങ്ങളും വിളിച്ചു പറയും. അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഒരു കാര്യം ആലോചിച്ച് നോക്കും, RSS നേതാക്കളും അജിത് കുമാറുമായി നടത്തിയ സംഭാഷണത്തിനെ കുറിച്ച് എന്തിനാണ് ഇപ്പോൾ DGP അന്വേഷിക്കേണ്ട കാര്യം? എന്താ? മുഖ്യമന്ത്രിക്ക് വിളിച്ച് ചോദിച്ചുകൂടെ? ഞങ്ങളുടെ നയം RSSനെതിരാണ്, ഞങ്ങളുടെ ഗവൺമെൻറ്റിൻ്റെ നയം RSSനെതിരാണ്, പിന്നെ നിങ്ങൾ എന്തിനു പോയി കണ്ടു? ഇത് ചോദിക്കുന്നതിന് എന്തിനാ മടിയെന്താ? സാധാരണ ഇങ്ങനെയല്ലേ ചെയ്യുക. അല്ലാതെ അയാൾ എന്തിനാ പോയതെന്ന് ഒന്ന് അന്വേഷിച്ച് വരൂ എന്നാ പറയുക. ഇതെന്താ കേരളത്തിലെ ജനങ്ങൾ ഇത്രയും വിവരമില്ലാത്തവരെന്നാണോ മുഖ്യമന്ത്രിയുടെ ധാരണ? ഞാൻ അത്ഭുതപ്പെട്ടു പോയത്. RSS നേതാക്കളുമായിട്ട് എന്തിന് ചർച്ച ചെയ്തു എന്നുള്ളതിനെക്കുറിച്ച് അന്വേഷിക്കാൻ DGPനെ ചുമതലപ്പെടുത്തുക. എന്നാൽ മുഖ്യമന്ത്രിക്ക് ചോദിച്ചാൽ പോരെ? എന്തുകൊണ്ടാണ് ചോദിക്കാത്തത്? അപ്പോൾ ദുരൂഹത ഏറി വരികയാണ്. അപ്പോൾ ഈ CPM-നകത്തുള്ളവർ, മറ്റ് CPM-ലെ മറ്റുള്ളവർ, LDF-ൽ CPI പറയുന്ന നിലപാടറിയാം, ആ ഒരു ലെവലിൽ നിന്ന് അവരപ്പുറത്തോട്ട് പോകുന്നില്ല. ഇത് മറ്റൊരു വഴിയുമില്ല, അത് ഇവരുടെ ഉള്ളിലുണ്ട് ഈ വിഷയങ്ങൾ, അങ്ങനെ കരുതുന്നുണ്ടോ? CPM-നകത്ത് പുകയുന്നുണ്ട്. CPM-ൻ്റെ അകത്ത് പുകയുന്നുണ്ട്. കാരണം ഈ പോക്ക് ത്രിപുരയിലും ബംഗാളിലും സംഭവിച്ച രീതിയിലൊരു തകർച്ചയിലേക്കുള്ള പോക്കാണ് എന്നുള്ള ഫീലിംഗ് CPM-ലെ സാധാരണ പ്രവർത്തകർക്കുണ്ട്. ഇപ്പം ഞാനൊരു ഉദാഹരണം പറയാം. കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ UDF-ൻ്റെ സ്ഥാനാർത്ഥികളൊക്കെ ഇത്രയും മൃഗീയമായ ഭൂരിപക്ഷത്തിൽ ജയിക്കാനുള്ള കാരണങ്ങളിലൊന്ന്, ഇപ്പോൾ ഉദാഹരണം കാസർഗോഡ് MP നന്നായിട്ട് നോക്കി കോൺസ്റ്റിറ്റ്യുവൻസി, അതൊന്ന്. അതിലുമുപരിയായിട്ട് പല പാർട്ടി ഗ്രാമങ്ങളുള്ള നിയോജകമണ്ഡലങ്ങളാണ് എൻ്റെ പഴയ നിയോജകമണ്ഡലം വടകര, കണ്ണൂർ, കാസർഗോഡ്. പാർട്ടി ഗ്രാമങ്ങളാണ്. ഒരു ബൂത്തിൽ ഒരു UDF-ൻ്റെ ഏജൻറ്റ് ഇരിക്കാൻ പറ്റില്ല. അവിടെയൊക്കെ എങ്ങനെയാണ് ഇത്രയും തള്ളി ഒരു എന്താ പറഞ്ഞ ഒരു ഇത്രയും ഒരു ഫോഴ്സിൽ എങ്ങനെ വോട്ട് വന്നു? അതായത് പോക്ക് ശരിയല്ല എന്നുള്ള ഫീലിംഗ് അവർക്കുണ്ടായി, സാധാരണ പ്രവർത്തകർക്കുണ്ടായി. അവർ പറയുന്നത് പാർട്ടീനെ തോൽപ്പിച്ചിട്ടാണെങ്കിലും പാർട്ടീനെ രക്ഷപ്പെടുത്തണം. കാരണം പാർട്ടി ഇനിയും ജയിച്ചു പോയിക്കൊണ്ടിരുന്നാൽ പാർട്ടി കൂടുതൽ പടുകുഴിയിലേക്ക് താഴും എന്നുള്ള ഫീലിംഗ് പാർട്ടിയുടെ പ്രവർത്തകർക്കുണ്ട്. ഇപ്പോൾ അൻവറിന് തന്നെ ഇത്ര റീച്ച് കിട്ടാൻ കാരണം എന്താ? അൻവർ തലകുത്തി എന്നാൽ സ്വതന്ത്ര MLAക്ക് ഇത്ര റീച്ച് കിട്ടുമോ ഇതിലൊക്കെ, സോഷ്യൽ മീഡിയയിൽ? കാരണം എന്താ? ഇത് സഖാക്കളാണ്. ഈ പറഞ്ഞ പോലെ മറ്റേ റെഡ് ഫോളോവേഴ്സും എല്ലാവരുമാണ് ഇപ്പോൾ അൻവറിൻ്റെ കൂടെ നിൽക്കുന്നത്. അതിൻ്റെ കാരണം എന്താ? അവർക്ക് പിണറായിസത്തിനോട് യോജിപ്പില്ല. അവരൊക്കെ കമ്മ്യൂണിസ്റ്റിൻ്റെ ഭാഗമാണ്, പക്ഷേ പിണറായിസത്തിനെതിരാണ്. കാരണം പിണറായിസം എന്ന് പറഞ്ഞാൽ P. കൃഷ്ണപിള്ളയെ പോലുള്ള കമ്മ്യൂണിസ്റ്റ് ആചാര്യന്മാർ ഏത് ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിച്ചു അതിനെതിരായിട്ട് പ്രവർത്തിക്കുന്ന ആളാണ്. അതുകൊണ്ടാണ് പിണറായി എന്നാൽ പരസ്യമായിട്ട് പ്രതികരിക്കുന്നതിന് ലിമിറ്റേഷനുണ്ട്. അതുകൊണ്ട് അവർ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരണം നടത്തുന്നു. ഇലക്ഷനിൽ സ്വന്തം സ്ഥാനാർത്ഥിക്കെതിരായിട്ട് അവർ വോട്ട് രേഖപ്പെടുത്തുന്നു. ആ അവസ്ഥയിലേക്ക് കേരളം എത്തി. അപ്പോൾ CPM-ലും ശക്തമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് മുഖ്യമന്ത്രിയായിട്ട്.